ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻഡ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നോ വൺ വിൽ സേവ് യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം കണ്ടു. അളിയത് എന്ത് പടമെന്ന് മനസ്സിലാവില്ല. എന്തോ ഒരു പ്രത്യേക ടൈപ്പ് പടം. നമ്മൾ നോർമലി കാണുന്ന ടൈപ്പ് അങ്ങനത്തെ പടങ്ങളൊന്നുമല്ല. മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് മെയിൻ സംഭവം. സോ നിങ്ങൾ നല്ലൊരു ഹെഡ്സെറ്റ് ഇതിന് യൂസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യത്യസ്തം എന്ന് പറയണേ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലാകെ ഒരു ഒറ്റ ഡയലോഗുള്ളൂ, ഒരു സെൻറ്റൻസ് മാത്രം. അത് എന്തിനേ 1.5 മണിക്കൂർ ഞാൻ ഇങ്ങനെ കട്ടക്കി വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുക, ആരെങ്കിലും ആയിട്ടൊരു ഇൻട്രാക്ഷൻ, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും ഒന്ന്. എവിടെ ഒരൊറ്റ ഡയലോഗ്, അതെന്തോ സോറി എന്തോ പറയുന്ന ഒരു ഡയലോഗ് ആസ്റ്റിയ. സംഭവം ഒന്നുമില്ല, ഒരു പെണ്ണുണ്ടാവും. അപ്പോൾ ആളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക, ഇങ്ങനെ വെറുതെ എല്ലാവരും അടുത്തൊന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ആൾക്കാരാണെങ്കിൽ എന്തോ ഒരു സീൻ ഇവളെ അടുത്ത് കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇവൾ ചെയ്ത എന്തോ ഒരു തെറ്റുണ്ട്. അപ്പോൾ അത് കാരണം ആവാം മേ ബി ഇവളോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫേസ് ആയിട്ട് മുന്നോട്ട് പോവുക. അവിടുത്തെ വില്ലേജേഴ്സൊന്നും അങ്ങനെ ലൈക്കൊന്നുമില്ല, എന്തോ ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഏലിയൻ ഇൻവേഷൻ വരികയാണ്. പക്ഷേ ആ ഏലിയൻസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും. എങ്ങനെയൊക്കെയോ രക്ഷപ്പെടും. ഈ ഏലിയൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹ്യൂമൻസിനെ ഹോസ്റ്റായിട്ട് എന്തോ യൂസ് ചെയ്യുകയാണ്. എന്തിനാണെന്നൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. പിന്നെ അങ്ങനെ പോയി വരികയാണ്. അങ്ങനെ പടം മുന്നോട്ട് പോവുകയാണ്. ലൈക്ക് അത് കഴിഞ്ഞിട്ട് എൻഡിങ്ങൊക്കെ ലൈക്ക് എന്തോ ഒരു എൻഡിങ്ങാണ്, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ആ ഡയറക്ടർ എന്തോ ഡയറക്ടറല്ല, ഈ എടുത്ത ആൾ എന്തോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതാണോ ഇനി അയാൾ ഉദ്ദേശിച്ചത് എന്നൊരു ഡൗട്ടൊക്കെയാണ്. ഞാൻ പറയുന്നില്ല എൻഡിങ് എങ്ങനെയാണെന്നുള്ള, സ്പോയിലറാവും. വെറും 1.5 മണിക്കൂർ എന്തോ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കും, അത് ഈ തള്ളതെന്താ കഴിയത്. പിന്നെ ഒരു സംഭവം നടക്കുന്നു, ഇതെന്തെന്നത് ആ ഒരു വൈനിലായിരുന്നു. പിന്നെ മോനെ ഇത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു തീർക്കാൻ കാരണം ഡയലോഗില്ല, മെയിൻലി സൗണ്ട്സൊക്കെയാണ്. പിന്നെ വിഷ്വൽസിൻ്റെ കാര്യം പറയുകയാണ്, ഈ ഏലിയൻസ് എനിക്കൊരു പുതുമ തോന്നുന്നില്ല ഏലിയൻസിനൊക്കെ. നമ്മൾ പണ്ട് മുതലേ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഇമോജീസിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പൊക്കെ ഏലിയൻ ഫേസൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര സംഭവം എന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചിലതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്, കോമഡി ഫീലാക്കി തോന്നി. ചില സീനൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി എൻ്റെ തെറ്റായിരിക്കാം, ഓരോരുത്തരെ ഇത്. പക്ഷെ ഞാൻ എങ്ങനെയോ കണ്ടു തീർത്തമാരുണ്ട്. കാരണം എനിക്ക് ഡയലോഗില്ലേറ്റ് എനിക്കിങ്ങനെ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ എന്തോ കവി ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്തോ കാര്യമായിട്ട് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫുള്ള് കാണാൻ റിവ്യൂ ഇടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പലരും പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ കണ്ടത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പകുതിക്കൊക്കെ ബോറടിച്ച് കുത്തിരിക്കുന്നു മോനെ. പക്ഷേ പടം രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുണ്ട്. പക്ഷേ എനിക്കെന്തോ ആ ഡയലോഗ് ഒന്നും ഇല്ലായിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റാവില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇതിപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കാണണമെന്ന് വെച്ചാൽ, ചില ഒരു സാധനമുണ്ട്, നമ്മൾ ഒരേ പാറ്റേണിലൊരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക് ഇങ്ങനെ ബോറടിക്കും. സംഭവം ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കാരണം ഇത് മൊത്തത്തിൽ വ്യത്യസ്തമാണ്. ആ ഒരു ഒറ്റ പെണ്ണിനെ കാണിച്ചിട്ട് ആ ഒരു പെണ്ണിൻ്റെ POVയിൽ ആ ഒരു പെണ്ണിൻ്റെ കുറേ വികാരങ്ങൾ ഇവൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവൾക്ക് ഡയലോഗില്ല, ഫുള്ള് പേടി, അങ്ങനെ കുറേ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇവൾ മുന്നോട്ട് പോകുന്നത്. സോ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അവൾക്ക് മാത്രം പൈസ കൊടുത്താൽ മതി പടം എടുക്കാൻ, വേറെ ആർക്കും അങ്ങനെ പൈസ കൊടുക്കണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതായത് അധികം ആക്ടേഴ്സൊന്നുമില്ല. സോ പറ്റുമെങ്കിലൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ കണ്ടവരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആ ക്ലൈമാക്സ് കണ്ടിട്ട് എന്താണ് നിങ്ങളെ തലയ്ക്ക്, മീൻസ് നിങ്ങൾക്ക് എന്ത് ഫീലാണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് അറിയാനാണ്, എനിക്ക് മനസ്സിലാവില്ല, ഓരോരുത്തരും ഓരോ ടൈപ്പാണ് പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പം നമുക്ക് കാണാം.